ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എനിക്ക് ഡിസ്ക്ലൈമർ പോലൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് എന്തായാലും ക്ലാരിറ്റിയുടെ ഇഷ്യൂസ്, അതുപോലെ സൗണ്ടിൻ്റെ ഇഷ്യൂസ്, ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ കാണും. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ ഇന്ന് തന്നെ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാറ്റി വെക്കാതെ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. ഓൾറെഡി ഞാൻ ഈ ഒരു വീഡിയോ 2-3 വട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മളിത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ. അങ്ങനെ മാറ്റി വെച്ച് എന്തായാലും ഇന്ന് തന്നെ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് ക്ഷമിക്കണം. വേറൊന്നുമല്ല, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു ഡ്രീം മൂമെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആകുക, നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകുക, നമുക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടുക എന്നൊക്കെ പറയുന്നത്. ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ, മൈ ചാനൽ മോണിറ്റൈസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുക എന്നുള്ളത് എല്ലാ യൂട്യൂബേഴ്സിന്റെ ഒരു ആഗ്രഹമായിരിക്കും, അങ്ങനത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഇന്നത്തെ അങ്ങനെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ഫൈനലി നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയിരിക്കുകയാണ്. ഇപ്പൊ മോണിറ്റൈസ്ഡ് ആയിട്ട് കുറച്ച് ദിവസമായി. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. നമ്മുടെ വീഡിയോയുടെ സൈഡിൽ ഇതുപോലൊരു ഗ്രീൻ ഡോളറിന്റെ സിമ്പിൾ വരുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനെ കൊണ്ട് പറ്റാത്തൊരു ഫീലാണത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോ ആൾക്കാരുടെ അടുത്തും എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് എൻ്റെ ചാനൽ ഇപ്പം മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളത്. നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ ഇപ്പം മോണിറ്റൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സൺഡേ ആയിരുന്നേ. മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നതല്ല, മോണിറ്റൈസ്ഡ് ആക്കാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സൺഡേ ആയിരുന്നു. പക്ഷെ സൺഡേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി ഷോർട്സ് മോണിറ്റൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗൂഗിൾ ആഡ്സൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ചയാണ് ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ച ഒരു നൈറ്റ് 12 മണിയൊക്കെ തൊട്ടൊരു 4:30 വരെ ആയിരുന്നു ഞാൻ മോണിറ്റൈസ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും സമയമായിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ലാപ്പ് അത്ര നല്ല സെറ്റ് അല്ലായിരുന്നു. പിന്നെ വൈഫൈയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം എടുത്തിരുന്ന് പെതുക്കായിരുന്നു ചെയ്തിട്ട്. ഐഡിയയുടെ സിമ്മുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, നമുക്ക് രാത്രി 12 മണി തൊട്ട് രാവിലെ 6 മണി വരെ അൺലിമിറ്റഡ് നെറ്റാണ്. അപ്പം എനിക്കിങ്ങനെ ലാപ്പിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാനിങ്ങനെ രാത്രി വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. 12 മണി വരെ ആവാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് 12 മണി തൊട്ടായിരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനിരിക്കാറ്. അതുകൊണ്ടൊക്കെ കൊണ്ടാണ് നമുക്ക് അത്രയും ടൈം പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ടായിരുന്നു ചാനൽ മോണിറ്റൈസ്ഡ് ആക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. നമ്മുടെ 1 വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആകേണ്ടതായിരുന്നു. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ലോങ് വീഡിയോസും നമ്മുടെ മോണിറ്റൈസ്ഡ് ആകേണ്ടതായിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ നമ്മൾ അത്രയും നാളിങ്ങനെ കാത്തിരുന്ന് നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മോണിറ്റൈസ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളിങ്ങനെ ദൂരത്ത് കണ്ട് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ദൂരത്ത് കണ്ടിട്ടുള്ള ആ ഒരു സ്വപ്നം പെട്ടെന്ന് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം, ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ ആ ഒരു ഇതിൽ ഇരുന്നിട്ട് ഞാൻ ചെയ്തപ്പോഴത്തേക്കും കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സമയം എടുത്തിരുന്നതിന് അതൊക്കെ ചെയ്ത് ശരിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ആ ഒരു ടൈമിൽ വ്ലോഗ് പോലെയൊക്കെ എടുക്കണം എന്നൊക്കെ കുറേ നാളായിട്ടുള്ള ഇങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു, ഇങ്ങനെ വ്ലോഗ് പോലെയൊക്കെ എടുക്കണം എന്നൊക്കെ. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു വിഗ്രഹതയൊക്കെ കൊണ്ടിട്ട് എനിക്കാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫുള്ളിങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ, പിന്നെ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം എനിക്ക് എന്തായാലും വ്ലോഗൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്തെടുത്ത് ഞാൻ ഒരു വട്ടം എടുത്തു, 2 വട്ടം എടുത്തു, സെറ്റ് ആകുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഒന്നിനും കൂടെ എടുക്കുക. ഇന്ന് എത്തിയാലും നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വിവരം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്. എനിക്കറിയാം പല ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി, എൻ്റെ ഫസ്റ്റ് റവന്യൂ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടണമെന്നുള്ളത്. അങ്ങനെ ചാനൽ മോണിറ്റൈസ്ഡ് ആവാത്ത എല്ലാ ആൾക്കാരുടെയും ചാനൽ ഉടനെ തന്നെ മോണിറ്റൈസ്ഡ് ആവട്ടെ. നിങ്ങൾക്കും എന്നെ പോലെ തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇടാനായിട്ട് പറ്റട്ടെ. നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് നോക്കുക. നമുക്ക് നല്ല നല്ല കണ്ടന്റ് നോക്കിയിട്ട് നല്ല കണ്ടന്റ് ഒക്കെ ഇടാനായിട്ട് നോക്കുക. എന്ന് വെച്ചിട്ട് എൻ്റെ കണ്ടന്റ് ഒക്കെ ഭയങ്കര പൊളിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം ഒരാളുടെ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഏതൊരു രീതിയിലുള്ള കണ്ടന്റാണ് കാണുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ചില വീഡിയോസൊക്കെ കാണുമല്ലോ, അപ്പോൾ നമ്മളും അതുപോലത്തെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടാലേ നമ്മുടെ ചാനൽ എന്തായാലും ക്ലിക്ക് ആകത്തുള്ളൂ. അപ്പം വീഡിയോ ഇട്ട് 2 വീഡിയോ ഇട്ട് നമ്മുടെ ചാനൽ വ്യൂ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ നിർത്തി പോകാതിരിക്കുക. ഞാൻ നേരത്തെ അങ്ങനെ ആയിരുന്നു. ഒരു വീഡിയോ ഇട്ടു, 2 വീഡിയോ ഇട്ടു, എൻ്റെ ചാനൽ വലിയ വ്യൂ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിപ്പോകും. ചിലപ്പോൾ യൂട്യൂബ് തന്നെ എടുത്തു കളയും. അങ്ങനെയൊക്കെ കുറേ
കുറേ വട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ വെയിറ്റ് ചെയ്തു, കുറേ എനിക്ക് വ്യൂസ് ഉണ്ടായാലും ഒരിടയ്ക്ക് സബ്ബൊന്നും കയറുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഇട്ട് ഇങ്ങനെ പോയി ലാസ്റ്റ് ഒരു മിനിറ്റിൽ നമ്മുടെ വീഡിയോ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഫുള്ള് നമ്മുടെ വീഡിയോ കയറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ ഒരു വീഡിയോ ഇട്ട് 2 ഇട്ടിട്ട് കയറുന്നില്ലെന്ന് എൻ്റെ ചാനൽ നിർത്തി പോകാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് നോക്കാം. അപ്പം എവിടുന്നേലും ഒരു വീഡിയോ എങ്കിലും നമ്മുടെ എന്തായാലും ഉറപ്പായിട്ട് കയറും. ആ വീഡിയോ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ രക്ഷപ്പെടും. പിന്നെ നമ്മുടെ ബാക്കി ഇടുന്ന വീഡിയോസൊക്കെ നമ്മളെ ആൾക്കാർ അറിഞ്ഞ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പം എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും മോണിറ്റൈസ്ഡ് ആവും. നമ്മുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കുക എന്ന് പറയുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു വീഡിയോയ്ക്കകത്തിൽ ഒന്നും തന്നെ നമുക്ക് തോന്നത്തില്ല, പക്ഷെ ആ ഒരു വീഡിയോ എടുക്കുന്നതിനകത്ത് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അത് വീഡിയോ എടുക്കുന്ന ഓരോ യൂട്യൂബേഴ്സിനത് നല്ല രീതിയിൽ അറിയാം. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന്. ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ലാഗ് അടുപ്പിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് നോക്കാം. കാരണം ഒരുപാട് ലാഗ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അത് കാരണം എനിക്ക് പറയാനുള്ളതൊക്കെ പെട്ടെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞിട്ട് പോകാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കിതുവരെ യൂട്യൂബിൽ ഫസ്റ്റ് പേയ്മെന്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയത്തില്ല. ഇനി അങ്ങനെ വഴിയെ പോകുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആവുമായിരിക്കും. സെറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളുടെ അടുത്ത് എന്തായാലും ഫസ്റ്റ് റവന്യൂ കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിക്കഴിയുമ്പോൾ എന്തായാലും ഞാനത് ഫസ്റ്റ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെ ആയിരിക്കും. ഫസ്റ്റ് റവന്യൂവിന്റെ വീഡിയോയ്ക്ക് വേണ്ടി ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും ഉടനെ തന്നെ കാണുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 2-3-5 മാസമൊക്കെ പോവായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പം എന്തായാലും അതൊക്കെ വഴിയെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഡ്രസ്സിൻ്റെ അതുപോലെ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ലിങ്ക് ഇങ്ങനെ സൈഡിൽ ജസ്റ്റ് ഒരു ഫോട്ടോയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും ചില ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്നുള്ളത്. അപ്പം ഇങ്ങനെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചാനൽ മോണിറ്റൈസ്ഡ് ആയോ, ചാനൽ മോണിറ്റൈസ്ഡ് ആയെങ്കിൽ എന്തായാലും പറയണേ, വീഡിയോ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒന്നും കൂടെ ഒന്ന് ഡിലേ ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളിന് മുമ്പ് തന്നെ നമ്മുടെ ഷോർട്സ് ഒക്കെ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഷോർട്സ് എല്ലാം ഹാഫ് മണി ആയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് സൂപ്പർ താങ്ക്സ് അതുപോലെ സൂപ്പർ ചാറ്റ് ഒക്കെ ആയിരുന്നേ. അപ്പോഴത്തേക്കും ഞാൻ ഇത് ഓൺ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചാനലിനകത്തിൽ ആ ടൈമിലാണ് ഞാൻ ആഡ്സൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹാഫ് മൂണി ആയി കഴിഞ്ഞ് ഈ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഈ സംഭവമൊക്കെ ഓൺ ആക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചാനലിനകത്ത് ഇടുന്ന ഷോർട്ട് വീഡിയോസിൻ്റെ ഒക്കെ വ്യൂ നല്ലപോലെ കുറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10K ഒക്കെ കയറുന്ന വീഡിയോ വന്നിട്ട് ഒരു 1K വരെ കയറിയിട്ട് നിൽക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇതൊക്കെ ഓഫ് ആക്കിയൊക്കെ വെച്ചേക്കുമായിരുന്നു കുറച്ച് നാളത്തേക്കല്ല, ഓണായി ഒരു കുറച്ച് ദിവസം ഞാൻ ഓണാക്കിയിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ വ്യൂസൊക്കെ നല്ലപോലെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വീണ്ടും ഓണാക്കി വെക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ഓഫ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4000 വാച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള മോണിറ്റൈസേഷൻ ആയിരുന്നു ഇപ്പോൾ ലാസ്റ്റ് സൺഡേ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ പിന്നെ സൂപ്പർ താങ്ക്സ് സംഭവമൊക്കെ വീണ്ടും ഓൺ ആക്കിയത്. ഇപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല, എന്നാലും ഞാൻ ഓൺ ആക്കിയൊക്കെ വെച്ച് കഴിഞ്ഞ 2024 ജൂലൈ 3-ാം തീയതി ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകുമെന്നൊന്നും. കാരണം എൻ്റെ നേരത്തെ Q&A വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, എനിക്ക് ഒരുപാട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ചാനൽ തുടങ്ങും, കുറച്ച് വീഡിയോസ് ഇടും, പിന്നെ കുറച്ചാൾ വീഡിയോസ് ഇടത്തില്ല, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് ഇടും. അങ്ങനെ കുറേ ചാനൽ തുടങ്ങും, 1-2 വീഡിയോ ഇടും, വ്യൂ ഒന്നും കിട്ടത്തില്ല, പിന്നെ ഞാൻ നിർത്തിയിട്ട് പോകും. പിന്നെ തുടങ്ങും, കുറച്ചാൾ ഇൻട്രസ്റ്റ് ചെയ്യണം, പിന്നെ വീഡിയോ ഇടും, പിന്നെ ഞാൻ നിർത്തിയിട്ട് പോകും. ഇങ്ങനെ കുറേ നാൾ റിപ്പീറ്റ് ചെയ്തു. പിന്നെ കുറച്ചാൾ യൂട്യൂബ് തന്നെ നമ്മളിങ്ങനെ വീഡിയോ റിപ്പീറ്റ് ആയിട്ട് ഇടുന്നതുകൊണ്ട് ചാനൽ എടുത്ത് കളയുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു ചാനലത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടും എന്നൊന്നും. നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങി ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആക്കാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഓരോ വീഡിയോസായിട്ട് കയറാൻ തുടങ്ങി. പിന്നെ പെട്ടെന്നായിരുന്നു 47 ദിവസം കണ്ടായിരുന്നു നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നായിരുന്നു ഒരു 1 വീക്ക് കൊണ്ട് നമ്മൾ 5K ആയി, പിന്നെ 10K ആയി. 10K ഒക്കെ വരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ 10K കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു 39K ആയതും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ പോലില്ല, പെട്ടെന്നായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചാനൽ 10K അതൊന്നും പെട്ടെന്ന് ഇങ്ങനെ 39K ഒക്കെ വരാവും എന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് യൂട്യൂബിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ വീഡിയോസ് ഒന്നും ഇടാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ
ഒരു ടൈമിലാണെങ്കിൽ കുറെ ആൾക്കാർ മെയിലൊക്കെ അയച്ചിട്ട് എവിടെയാണ് വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ, ഇപ്പൊ കാണുന്നില്ലല്ലോ, അതുപോലെ തന്നെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എന്താ അവള് വീഡിയോ ഇടാത്തത്, വീഡിയോ ഒക്കെ ഇടാൻ പറയണം, അങ്ങനെയൊക്കെ കുറെ ആൾക്കാരൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും നാളത്തെ ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ട് വീണ്ടും വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും പഴയ പോലെ അല്ലെങ്കിൽ പഴയതിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടും, എന്റെ വീഡിയോസ് ഒക്കെ വീണ്ടും പഴയ പോലെ വ്യൂസ് ഒക്കെ ഉണ്ടാകും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ഇന്ന് വീണ്ടും ഒന്ന് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വീണ്ടും വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് തുടങ്ങി. അങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ പഴയ എന്തുണ്ടായിരുന്നു അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഡബിളായിട്ടായിരുന്നു എനിക്ക് വ്യൂസും അതുപോലെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഇപ്പൊ വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഓരോരുത്തരുടെ ആയിട്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ ചില ആൾക്കാരുടെയൊക്കെ പേരൊക്കെ വിട്ടു, അപ്പൊ പിന്നെ ചില ആൾക്കാർക്കൊക്കെ വിഷമാവും, ചില ആൾക്കാരുടെ പേര് മാത്രമായിട്ട് പറഞ്ഞു, അങ്ങനത്തെ ഒരു സംഭവം വരെ അത് അറിഞ്ഞാൽ എടുത്തെടുത്ത് ആരുടെ പേര് പറയുന്നില്ല. അങ്ങനെ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഇപ്പൊ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിലുണ്ട്. ഇവിടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഗിവ്വേയുടെ വീഡിയോ എന്തായാലും ഞാൻ ഉടനെ ഇടാം. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഞാൻ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ ഗിവ്വേയുടെ വീഡിയോ ഞാൻ ഉടനെ എന്തായാലും ഇടുന്നതായിരിക്കും. ഞാൻ റീസെന്റ് ആയിട്ട് കുറച്ച് PSC എക്സാമിനൊക്കെ പോയ ടൈമിൽ എൻ്റെ അടുത്ത് കുറെ പേര് വന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പ്രവീണയല്ലേ, യൂട്യൂബിൽ വീഡിയോ ഇടുന്നല്ലേ, ലിറ്റിൽ ഡൂയി അല്ലേ, അങ്ങനെ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, എനിക്ക് വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര നല്ലതായിട്ട് സംസാരിക്കുന്ന മാതിരിയൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഞാൻ നേരിട്ട് കാണുമ്പോഴത്തേക്കും അങ്ങനെ അധികം ഭയങ്കര സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളിങ്ങനെ പെട്ടെന്ന് സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ സംസാരിക്കാനെ കൊണ്ട് പറ്റത്തില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആരുടെ സംസാരിക്കാത്ത കാരണം ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് സംസാരിക്കാം അങ്ങനെയൊക്കെ അറിയാതെ പെട്ടെന്ന് ഞാൻ ഇതായിപ്പോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കാത്തത്. നമ്മൾ പതുക്കെ ആ ഒരു സംഭവമൊക്കെ മാറ്റിയെടുത്ത് സംസാരിക്കാനായിട്ട് നോക്കാവേ. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സബ്ബ് കൂടാനായിട്ടൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് സബ്ബ് കൂടാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിനകത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വ്യൂ കിട്ടുന്ന വീഡിയോസ് ഒക്കെ കാണും. അപ്പൊ അങ്ങനെ ഏത് വീഡിയോക്കാണ് നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നതെന്ന് നോക്കണം. എന്നിട്ട് ആ വീഡിയോ പോലത്തെ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ സബ്ബ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടും. പിന്നെ കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ റിയൽമിയുടെ 12 Pro എന്ന് പറയുന്ന ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഇതിൽ നമ്മൾ നല്ല കണ്ടന്റ് ഇടാനായിട്ട് നോക്കുക, പിന്നെ അത്യാവശ്യം ക്ലാരിറ്റിയിൽ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. എന്തായാലും പെട്ടെന്ന് തന്നെ സബ്ബൊക്കെ കൂടും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് നോക്കാം. ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരാഴ്ചയിൽ ഒരു വീഡിയോ 2 വീഡിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സെറ്റ് ആകത്തില്ല. നമ്മൾ ചാനൽ തുടങ്ങി ഒരു 6 months എങ്കിലും നല്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുകയാണെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും ചാനലൊക്കെ ഒന്ന് സെറ്റ് ആകത്തുള്ളൂ. ചില ആൾക്കാരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഭയങ്കര എളുപ്പമാണെന്നൊക്കെയാണ് ചില ആൾക്കാരുടെയൊക്കെ വിചാരം. പക്ഷെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കേടുള്ള ഒരു പണിയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോസ് ഒക്കെ ഒരു 10-50 വട്ടമൊക്കെ എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ ഏകദേശം എത്ര മണിക്കൂർ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും അത് സെറ്റാക്കി എടുക്കണം. അത് കാരണം നമ്മൾ ഒരു ഷോർട്ട് വീഡിയോസ് ഇപ്പം ഞാൻ എടുക്കുന്നതാണെങ്കിൽ തന്നെ ഒരു 2 മണിക്കൂറെങ്കിലും ചിലപ്പോൾ കുറഞ്ഞത് കാണും. ഞാനത് കട്ട് ചെയ്ത് 1 മിനിറ്റ് ചിലപ്പോൾ 45 മിനിറ്റ് ആക്കി എടുക്കും. 45 മിനിറ്റ് അല്ല, സോറി, സെക്കൻഡ് ആക്കി എടുക്കും. അപ്പം നമ്മളൊരു വീഡിയോ എടുക്കുന്നതിനകത്ത് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ കഷ്ടപ്പാടുണ്ട്. അപ്പം പെട്ടെന്ന് നല്ല എളുപ്പമുള്ള ഒരു പരിപാടിയല്ല വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത്. കുറച്ചധികം നമുക്ക് മെനക്കെയുള്ള ഒരു പണി തന്നെയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് മുകളിലത്തെ റൂമിലാണ്. അപ്പം ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ടൈമിൽ ഞാൻ ആ കബോർഡല്ല, ഞാൻ ജസ്റ്റ് ഒരു ഡോർ എടുത്ത് ചാരിയോടെ വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ കൂടുതൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഞാൻ ഇപ്പം റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഞാൻ പിന്നൊരു വീഡിയോയിൽ എപ്പോഴെങ്കിലും കാണിച്ചു തരാം ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ താഴെ ഇങ്ങനെ ഫോൺ ജസ്റ്റ് കൈ പിടിച്ചോളാം, അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ ഡ്രസ്സിൻ്റെ ഒക്കെ റിവ്യൂ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ഷോർട്ട് വീഡിയോസ് എല്ലാം ഞാൻ ഇവിടെ തന്നെ നിന്നായിരിക്കും എടുക്കുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്പിലാണെന്ന് ചോദിക്കുന്നത്. ഞാൻ ഇൻഷോട്ടിലാണ് കൂടുതൽ എഡിറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് വേറെ ഒന്നും എഡിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ സെറ്റ് ആവത്തില്ല. കൂടുതലും ഞാൻ ഇൻഷോട്ടിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ റവന്യൂ എങ്ങനെയാണ് കയറുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ, റവന്യൂവിനെ കുറിച്ചൊന്നും അങ്ങനെ എനിക്ക് വലുതായിട്ട് ഒന്നും അറിയത്തില്ല. പിന്നെ ചാനൽ മോണിറ്റൈസ്ഡ് ആകുന്നത് നമ്മൾ 1000 സബ് അതുപോലെ 4000 വാച്ചർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ മോണിറ്റൈസേഷൻ സെറ്റ് ആകും. പിന്നെ ഹാഫ് മോണി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3000 വാച്ചറും 500 സബും എങ്ങാണ്ടാണ്.
അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടുവാണെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. വീഡിയോസ് അങ്ങനെ എടുക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ വല്ലപ്പോഴും ഒക്കെ വീഡിയോ ഇടുന്നത്. കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും എന്നെ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് സ്നേഹം ഇനി അങ്ങോട്ട് തുടർന്ന് കാണണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.